എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 44 ശ്ലോകം 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50, 51 12 ശ്ലോകങ്ങൾ ഇന്ന് നോക്കാം. കംസനെ വധിച്ചു കഴിഞ്ഞു കണ്ടപ്പോ കംസന്റെ സഹോദരന്മാരിതാ ഭഗവാനെ വധിക്കാനായിട്ട് ക്രോധപൂർവ്വം ഓടിയെടുക്കണു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. തസ്യ അനുജാ ഭ്രാതരോഷ്ട്രൗ കങ്കന്യഗ്രോധഗാദയ അഭ്യധാവൻ അഭിക്രുദ്ധ ഭ്രാതുർനിർവേശകാരിണ. കങ്കൻ, ന്യഗ്രോധൻ മുതലായിട്ടുള്ള കംസന്റെ സഹോദരന്മാരെ 8 പേര് ജ്യേഷ്ഠനെ വധിച്ചില്ലേ ഭഗവാൻ, അതിക്രുദ്ധന്മാരായിട്ട് അതിനു പകരം ശ്രീകൃഷ്ണനെ വധിക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പുറപ്പെടുകയാണ്. തഥാ അധിരവസാംസ്താസ്തു സംയത്താൻ രോഹിണീ സുത അഹൻ പരിഘമുദ്യമ്യ പശൂനിവ മൃഗാധിപ. അങ്ങനെ അതിവേഗത്തോടെ യുദ്ധത്തിന് ഒരുങ്ങി വന്ന കംസ സഹോദരന്മാരെ ബലരാമൻ തന്റെ കയ്യിലുള്ള ബലമേറിയ പരിഖം കൊണ്ട് ഗതകൊണ്ട് സിംഹം മൃഗങ്ങളെ എന്ന പോലെ അടിച്ചു കൊന്നു. നേതുർദുന്ദുഭയോ വ്യോമിനി ബ്രഹ്മേശാദ്യാ വിഭൂതയ പുഷ്പൈ കിരന്ദ സംപ്രീതാ ശശംസു നൃതുസ്ത്രീയ. ഇങ്ങനെ കംസനെയും അവന്റെ അനുചരന്മാരെയും സഹോദരന്മാരെയും ശ്രീകൃഷ്ണനും ബലരാമനും കൂടി വധിച്ചത് കണ്ടപ്പോ ദേവന്മാർക്ക് ഏറ്റവും സന്തോഷമായി. അവര് സന്തോഷിച്ച് ദുന്ദുഭി വാദ്യം മുഴക്കി. ദേവവാദ്യാണല്ലോ ദുന്ദുഭി. ശ്രീ മഹാവിഷ്ണുവിൽ നിന്ന് സിദ്ധിച്ച ഐശ്വര്യത്തിന്റെ വൈഭവത്താൽ ലോകസൃഷ്ടിയാദി വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ സേവകന്മാരായ ബ്രഹ്മാദികള് ശ്രീ മഹാവിഷ്ണുവിന്റെ ഭഗവാനിൽ നിന്ന് സിദ്ധിച്ച ഐശ്വര്യം കൊണ്ടാണ്, അതിന്റെ വൈഭവം കൊണ്ടാണ് ലോക സൃഷ്ടികള് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെ ബ്രഹ്മാദികള്. അങ്ങനെയുള്ള ആ ബ്രഹ്മാദികള് പുഷ്പവർഷം ചെയ്തു ഭഗവാനെ. പിന്നെതാ ഭഗവാന്റെ വീര്യപരാക്രമങ്ങളെയും ഭക്ത വാത്സല്യാദി ഗുണങ്ങളെയൊക്കെ കുറിച്ച് അങ്ങനെ സ്തുതിക്കാൻ തുടങ്ങി. അപ്സര സ്ത്രീകൾ നൃത്തം വെച്ചു, പാടിക്കളിച്ചു. തേഷാം സ്ത്രീയോ മഹാരാജ സുഹൃന്മരണ ദുഃഖിതാഹ തത്രാഭിയൂർവിനിഘ്നന്ത്യ ശീർഷാണ്യാശ്രുവിലോചനാ. ഹേ മഹാരാജാവേ, ശ്രീ ശുകബ്രഹ്മർഷി പറയാണ്, കംസന്റെയും കങ്ക നഗ്രോധാദികളുടെയും പത്നിമാര് അവരുടെ ഭർത്താക്കന്മാര് മരിച്ചപ്പോ അതറിഞ്ഞപ്പോ വളരെ ദുഃഖിച്ചു. അവരിങ്ങനെ തലയിൽ തല്ലി നെഞ്ചത്തടിച്ചും കണ്ണീരൊലിപ്പിച്ചും കൊണ്ട് ആ മൃതശരീരങ്ങളുടെ അടുത്ത് വന്നു വീണു. ഉറക്ക കരയാണ് അവരുടെ ഭാര്യമാര്. ശയാനാൻ വീരശയ്യായാം പതീനാലിംഗ്യ ശോചതി വിലേവു സുസ്വരം നാര്യോ വിസൃജന്ത്യോ മുഹുശുച. വീരന്മാർക്ക് ഉചിതമായ പരാക്രമങ്ങളെ കാട്ടി യുദ്ധഭൂമിയിൽ വീണ് അങ്ങനെ ദീർഘനിദ്ര ചെയ്യുന്ന ഭർത്താക്കന്മാരെ, മരിച്ചു കിടക്കുന്ന ഭർത്താക്കന്മാരെ അവര് ആലിംഗനം ചെയ്തു. കണ്ണീരൊഴുക്കി കരയുന്ന ആ വീരപത്നികള് സ്വഭർത്താക്കന്മാരുടെ വിവിധ ഗുണങ്ങളെ എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ട് ഉച്ചത്തിൽ കരഞ്ഞു. അവർക്ക് എത്രയായാലും അവരുടെ ഭർത്താക്കന്മാരെ അല്ലെ, അവര് ഉറക്ക അവരുടെ ഗുണങ്ങളെ എടുത്ത് പറഞ്ഞുകൊണ്ട്, ഭാര്യമാരെ വളരെ സ്നേഹമായിരുന്നു അവർക്ക് അല്ലേ എന്റെ അർത്ഥം. അങ്ങനെ അവര് ഉറക്ക കരയാൻ തുടങ്ങി. ഹാ നാഥ പ്രിയ ധർമ്മജ്ഞ കരുണാനാഥ വത്സല ത്വയാ ഹതേന നിഹത ഭയം തേ സഗൃഹപ്രജാഃ. പ്രേമനിമിത്തം ഇവര് ചെയ്യുന്ന എല്ലാ സംബോധനകളും ഭർത്താക്കന്മാരെ കുറിച്ച് അവർക്കുള്ള ആ വിശ്വാസവും പിന്നെ ഭർത്താക്കന്മാരിൽ നിന്ന് അവർക്ക് സിദ്ധിച്ചിട്ടുള്ള അവരുടെ ആ സ്നേഹ സൽക്കാരങ്ങൾ, അവർക്ക് നല്ല സ്നേഹം ലഭിച്ചിട്ടുണ്ട് അവരുടെ ഭർത്താക്കന്മാരിൽ നിന്ന്. അല്ലാതെ കംസനുള്ള സ്വതസിദ്ധമായ ഗുണം കൊണ്ടൊന്നുമല്ലല്ലോ. അവർക്ക് അദ്ദേഹം നല്ല ഭർത്താവായിരുന്നു. കംസൻ ഗുണവാനല്ലാതിരിക്കെ പത്നിമാരെ ഇങ്ങനെ സ്തുതിച്ചത് അവരുടെ ആ തൽക്കാല ദുഃഖം. മരിച്ചവര് പാപികളായാലും അപ്പൊ അവര് അതിനു മുമ്പ് ചെയ്ത ആ ദോഷങ്ങളൊക്കെ അവര് മറക്കും അല്ലെ. എപ്പോഴും നല്ലത് മാത്രമേ പറയുള്ളൂ. അത് ലോക സ്വഭാവമാണ്. അങ്ങനെ അവര് പറഞ്ഞു, ഹേ നാഥ, ഹേ പ്രിയ, ഹേ ധർമ്മജ്ഞ, ഹേ കരുണാനിധേ, ഹേ വത്സല, അങ്ങ് ഈ അവസ്ഥയെ പ്രാപിച്ചത് കൊണ്ട് അങ്ങയുടെ ബന്ധുക്കളായിട്ടുള്ള ഞങ്ങള് അനാഥകളായില്ലേ, ഞങ്ങളും അങ്ങേ പോലെ തന്നെ മരിച്ച പോലെ തന്നെയായി.
ഭർത്താവ് മരിച്ച ശേഷം ജീവിച്ചിരിക്കുന്ന പത്നിമാര് അവര് മൃതപ്രായരാണ്. ഭർത്താവ് മരിച്ചാൽ പിന്നെ അവരുടെ ശിഷ്ടജീവിതം വളരെ പരിതാപകരാണ്. അത് അറിഞ്ഞുകൊണ്ടാണ് അവര് അങ്ങനെ വിലപിച്ചത്. ത്വയാ വിരഹിതാ പത്യാ പുരീയം പുരുഷർഷഭ ന ശോഭത്തെ വയമിവ നിവൃത്തോത്സവമംഗള. ഹേ പുരുഷശ്രേഷ്ഠ, രാജാവായ അങ്ങയെ പിരിഞ്ഞിരിക്കുന്ന ഈ പട്ടണത്തില് മംഗളവാദ്യം, എഴുന്നള്ളത്ത് മുതലായ ആഘോഷങ്ങളൊന്നുമില്ലല്ലോ. അത് കഴുത്തിൽ മംഗല്യം, ആഭരണാദ്യ അലങ്കാരം മുതലായിട്ടുള്ള മോടിയൊന്നുമില്ലാത്ത ഞങ്ങളെ പോലെ ശോഭയില്ലാതെ ഇരിക്കണമല്ലോ എന്നവര് വിലപിക്കുകയാണ്. അപ്പൊ വാദ്യമേളങ്ങളൊക്കെ നിന്നു. അവര് ആഭരണങ്ങളൊക്കെ അഴിച്ചു വലിച്ചെറിഞ്ഞുകൊണ്ടാണ് സ്ത്രീകൾ വരണത്. അപ്പൊ പട്ടണം അതുപോലെ തന്നെയായി. അതേവരെ ഇങ്ങനെ ഗംഭീരനാദങ്ങൾ മുഴങ്ങിയിരുന്ന ആ പട്ടണം ഇതാ ഇപ്പൊ ഞങ്ങളെ പോലെ ശോഭയില്ലാത്തവരായില്ലോ എന്ന് പറയുക. അനാഗസം ത്വം ഭൂതാനാം കൃതവാൻ ദ്രോഹമുൽബണം തേനേ മാം ഭോദശാം നീതോ ഭൂതതൃക്കോലഭേദശം. ആദ്യം പരിഭ്രം മരിച്ചു എന്നങ്ങോട്ട് പറഞ്ഞപ്പോ പരിഭ്രമിച്ചിട്ട് അങ്ങോട്ട് ഉറക്കെ പറഞ്ഞു കരയാൻ തുടങ്ങി ഗുണങ്ങള്. പിന്നെതാ കംസപത്നിമാര് ആ യാഥാർത്ഥ്യം ശരിക്കും സ്പഷ്ടമായിട്ട് അങ്ങോട്ട് പറഞ്ഞു കരയാ. ഹേ ഭർത്താവേ, അങ്ങ് ജീവിച്ചിരിക്കുമ്പോൾ ചെയ്ത മഹാഘോര കർമ്മങ്ങൾക്ക് ഉചിതമായ ഫലം തന്നെയാണ് ഇപ്പൊ അനുഭവിച്ചത്. അതെന്താന്ന് വെച്ചാൽ യാതൊരു കുറ്റവും ചെയ്യാത്ത അനേകം ജീവികളെ അങ്ങ് കഠിനമായി ദ്രോഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങക്ക് ഈശ്വരൻ ഈ ശിക്ഷ നൽകി. അത് ഉചിതം തന്നെയാണ്. പ്രാണികളെ ദ്രോഹിക്കുന്ന ഏതെങ്കിലും ഒരുവന് സുഖം എങ്ങനെ സിദ്ധിക്കാം? നല്ല കർമ്മം ചെയ്യുന്ന യാതൊരാൾക്കും ദോഷഫലം ഉണ്ടാവില്ല എന്നുള്ള ആ ഗീതാവാക്യം. നഹി കല്യാണകൃൽ കശ്ചിത് ദുർഗതിം താത ഗച്ഛതി ഇതില് പറയണ്ട. അപ്പൊ നല്ല പ്രവൃത്തി ചെയ്ത യാതൊരാൾക്കും ദോഷം അനുഭവിക്കേണ്ടി വരില്ല എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഭൂതതൃ കോ ലഭേദശം, പ്രാണിദ്രോഹം ചെയ്യുന്ന ഏതൊരുവനെങ്കിലും സുഖം സിദ്ധിക്കുമോ എന്ന് കംസപത്നിമാരെ കൊണ്ട് ശ്രീ ശിവബ്രഹ്മർഷി പറയിപ്പിച്ചിരിക്കുക. കണ്ടോ? അത് ആ കംസപത്നിമാർക്ക് അവർക്കുള്ള ആ അന്ധകരണ ശുദ്ധി പോലും കംസന് ഉണ്ടായിരുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം, അല്ലെ? സർവേഷാമിഹ ഭൂതാനാം ഏഷ ഹി പ്രഭവാപ്യയ ഗോപ്താച തദവധ്യായി ന ക്വചിൽ സുഖമേധത്തെ എന്ന് മാത്രല്ല, നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഈ ഭഗവാനിൽ നിന്ന് തന്നെയാണ് സർവഭൂതങ്ങളും ഉണ്ടാകുന്നത്. അവര് പറയാ ഭഗവാൻ തന്നെ അവയെ സംരക്ഷിച്ചു കാക്കുന്നു. ഇങ്ങനെ സൃഷ്ടിസ്ഥിതി സംഹാര കർത്താവായിരിക്കുന്ന ഈ ഭഗവാനെ ഏതൊരുത്തൻ ആദരിക്കാതെ ഇരിക്കുന്നുവോ അവന് ഒരു കാലത്തും ഒരു സ്ഥലത്തും സുഖം സിദ്ധിക്കില്ല. പിന്നെയോ എല്ലാ കാലത്തും എല്ലാ ദിക്കിലും ഉത്തരോത്തരം ദുഃഖം തന്നെ ഉണ്ടാവുള്ളൂ. ഈശ്വരനെ അനാദരിക്കുന്നവർക്കു കൂടി ദുഃഖം ഉണ്ടാകുന്ന സ്ഥിതിക്ക് ആ ഈശ്വരന് പല ദ്രോഹങ്ങളും ഏൽപ്പിക്കാൻ ശ്രമിച്ചാലോ? അപ്പൊ അവന്റെ സൃഷ്ടിവർഗങ്ങളെ പല ദ്രോഹങ്ങളും ഏൽപ്പിക്കാൻ ശ്രമിക്കുകയും ആ ഭഗവാന്റെ സൃഷ്ടിവർഗങ്ങളെ നിർദ്ദയം ദ്രോഹിക്കുകയും ചെയ്ത അങ്ങക്ക് ഈ അവസ്ഥ സംഭവിച്ചതിൽ വ്യസനിക്കാൻ എന്താണ്? ഒന്നുമില്ല എന്ന് അവർക്കെല്ലാം പിന്നെ തോന്നുകയാണ്. ഞങ്ങളുടെ മൂഢതയാൽ ഞങ്ങളെ വ്യസനിക്കുന്നു എന്ന് മാത്രം. പാതിവ്രത്യാദി ഗുണങ്ങള് അവർക്കുണ്ട്. പാതിവ്രത്യം ഉണ്ട് ആ സ്ത്രീകൾക്ക്. അതുകൊണ്ട് ഭഗവാന്റെ മുഖം അവര് സന്ദർശിക്കുകയും ചെയ്തു, അല്ലെ? ഭഗവാനെ നേരിട്ട് അവര് കണ്ടു. അപ്പൊ അവരുടെ ഉള്ളങ്ങോട്ട് ഉണർന്നു, സത്യം ബോധം അവർക്കുണ്ടായി. അതാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ശ്രീശുക ഉവാച രാജയോഷിതാശ്വാസ്യ ഭഗവാൻ ലോകഭാവന യാമാഹുർലൗകികീം സംസ്ഥാം ഹതാനാം സമകാരയത്. അറിയുന്ന ആ രാജപത്നിമാരെ സാന്ത്വന വാക്കുകൾ പറഞ്ഞ് സമാധാനിപ്പിച്ചു ഭഗവാൻ. അങ്ങനെ ആ മരിച്ചവരുടെ പരലോകഗതിയെ ഉദ്ദേശിച്ച് ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ആ എന്തൊക്കെ ചെയ്യണോ ആ സംസ്കാരാദി കർമ്മങ്ങള് യഥാക്രമം നടത്തിച്ചു. യദ്യത് ആചരതി ശ്രേഷ്ഠ തത്തദേവേതരോചന എന്ന ഗീതാവാക്യപ്രകാരം ലോകമര്യാദ പരിപാലിക്കാൻ വേണ്ടി അവതരിച്ചിരിക്കുന്ന ഭഗവാൻ അതിനെ വേണ്ട വിധം ആചരിക്കണമല്ലോ. അല്ലെങ്കിൽ ലോകത്തിലുള്ള മറ്റു ജനങ്ങൾ ആചരിക്കില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ വരാൻ പാടില്ല എന്ന് കരുതി വേണ്ടതെല്ലാം വേണ്ട പോലെ തന്നെ പ്രവർത്തിച്ചു. ഭർതൃദുഃഖ നിമിത്തം കരയുന്ന സ്ത്രീകള് ശത്രുവിന്റെ ഭാര്യമാരാണ്. എന്നാലും അവരില് കരുണ ഉണ്ടാവണം. അവര് കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ടാൽ അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി യാദവ സദസ്സിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞു. ഭഗവാൻ അവരോട് പറയണം, അഹോ കഷ്ടം, എന്റെ ബാലചാൽപ്യം നിമിത്തം പുതിയതായതുണ്ടായ കോപത്തിന് കീഴടങ്ങി ഈ കംസൻ കാരണമായിട്ട് ഇത്ര അധികം സ്ത്രീകളെ വിധവകളാക്കി തീർക്കേണ്ടി വന്നു എനിക്ക്. അത് കഷ്ടായി.
എന്നിങ്ങനെ തന്നെത്താൻ നിന്ദിച്ചുകൊണ്ട് കംസപത്നിമാരെ ആശ്വസിപ്പിച്ചു. ഭഗവാൻ പറയണത് എനിക്കത് ചെയ്യേണ്ടി വന്നു, കഷ്ടം തന്നെയാണ്. പിന്നെയോ പിന്നെ അച്ഛനമ്മമാരെ മോചിപ്പിക്കണം. അവര് ജയിലിലിട്ടിരിക്കല്ലേ, വസുദേവരെയും ദേവകി ദേവിയും മുത്തശ്ശനെയും അല്ലെ. മാതരം പിതരം ചൈവ മോചയിത്വാഥ ബന്ധനാൽ കൃഷ്ണരാമൗ ബബന്ധാതെ ശിരസാ സ്പൃശ്യ പാതയോ. സംസ്കാരം ആ മരിച്ചവർക്ക് വേണ്ട പോലെ അവരെയൊക്കെ സംസ്കരിച്ചു. പിന്നെതാ രാജപത്നിമാരെയൊക്കെ ആശ്വസിപ്പിച്ചു. അതിനുശേഷം ശ്രീകൃഷ്ണനും ബലരാമനും തങ്ങളുടെ മാതാവും പിതാവുമായ ദേവകിയെയും വസുദേവരെയും ആ കാരാഗ്രഹത്തിൽ നിന്ന് മോചിപ്പിക്കുകയാണ്. എന്നിട്ട് അവരുടെ പാദങ്ങളിൽ അങ്ങോട്ട് സാഷ്ടാംഗ നമസ്കാരം ചെയ്ത് വന്ദിക്കണം. ദേവകീ വസുദേവശ്ച വിജ്ഞായ ജഗദീശ്വരോ കൃതസംവന്ദനൗ പുത്രൗ സസ്വജാതേ ന ശങ്കിതൗ. എന്റെ പുത്രന്മാരായ ബലരാമനും ശ്രീകൃഷ്ണനും അവതാരാനന്തരം ഇതുവരെ ചെയ്ത സംഗതികളൊക്കെ ഇങ്ങനെ ആലോചിച്ച് അറിഞ്ഞ് സന്തോഷിച്ച ദേവകിയും വസുദേവരും ഇവര് നമ്മുടെ പുത്രന്മാരാണ് എന്ന വിചാരം ഉപേക്ഷിച്ചത്. ഇവര് ഈശ്വരന്മാരാണ് എന്നാണ് അവരുടെ മനസ്സിൽ തോന്നിയത്. ഇവര് ലോകത്തെ രക്ഷിക്കാനായിട്ട് വന്ന ആയതുകൊണ്ട് അവരെന്തു ചെയ്തു? അവര് തൊഴുത് പിടിച്ചു നിൽക്കുക. അവര് അഞ്ജലിബന്ധം ചെയ്ത് ഭഗവാനെ രണ്ടുപേരെയും കൊണ്ട് സ്തുതിക്കാൻ തുടങ്ങി. എന്നിട്ട് ഇവരെ രണ്ടുപേരെയും നമസ്കരിച്ചു. മാതാപിതാക്കന്മാര് പുത്രന്മാരെ ചെയ്യേണ്ടതായിട്ടുള്ള ആലിംഗനാദികളൊന്നും ചെയ്തില്ല. അവരെ കെട്ടിപ്പിടിച്ച് ഇത്ര കാലം എന്റെ മക്കളല്ലേ എന്ന് വിചാരിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുകയാണ് ശരിക്കും ചെയ്യേണ്ടതല്ലേ അച്ഛനമ്മമാരെ. അങ്ങനെയല്ല അവര് ചെയ്തത്. എന്തൊക്കെ കാര്യങ്ങളാ ഇവരെ പറ്റി കേൾക്കണത്. അപ്പൊ അവര് ഈശ്വരന്മാര് തന്നെയാണ്, അവരുടെ മക്കളാണെന്ന് അവർക്ക് തോന്നിയില്ല. അവര് വേഗം തൊഴുത് പിടിച്ചുകൊണ്ട് കണ്ണുനീരൊലിപ്പിച്ച് ഭഗവാന്മാരെ നമസ്കരിക്കുകയാണ് ചെയ്തത് എന്ന് പറയുന്നു. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ കംസവധോ നാമ ചതുശ്ചത്വാരിംശോധ്യായ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. ഈ 44-ാമത്തെ അധ്യായം ആ രാമകൃഷ്ണന്മാരുടെ ശ്രീപാദങ്ങളിൽ സമർപ്പിക്കണം. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.